ഇന്ന് കുറച്ച് പ്ലാന്റ്സ് റീപോർട്ട് ചെയ്യുന്ന വീഡിയോ ആട്ടോ ചെയ്യുന്നത്. ഇത് ഞാൻ ഓൺലൈനിൽ കുറച്ച് പ്ലാന്റ്സ് ഓർഡർ ചെയ്തിരുന്നു. ജിഫി പ്ലാന്റ്സ് ആട്ടോ. അപ്പോൾ കുറച്ചായി മേടിച്ച് വെച്ചിട്ട് അപ്പം ഇതൊന്ന് പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പ്ലാന്റ്സ് പോട്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ലൊരു പ്ലോട്ടി മിക്സ് റെഡിയാക്കണം. അപ്പം പ്ലോട്ടി മിക്സ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ പോട്ട് സൈസാണ്. ആ പോട്ട് സൈസ് നമ്മൾ എടുക്കുമ്പം നമ്മൾ ചെറിയ ചെടികളാണെങ്കിൽ ചെറിയ പോട്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്യണം. ചെറിയ പോട്ടാകുമ്പം നമുക്ക് പെട്ടെന്ന് വെള്ളം വാർന്ന് പോകാനും പിന്നെ വെള്ളം അധികം തങ്ങി നിൽക്കില്ല. പിന്നെ നമ്മൾ വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുമ്പം പെട്ടെന്ന് തന്നെ അതിന് നന്നായിട്ട് കിട്ടും. വലിയ പോട്ടിലാവുമ്പം ചെറിയ ചെടി വെച്ചാൽ അത് ചിലപ്പം ചീഞ്ഞ് പോകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ വളർന്ന് വരാൻ ഒരുപാട് ടൈം എടുക്കും. പിന്നെ ജിഫി പ്ലാന്റ്സ് മേടിക്കുമ്പം ആ ജിഫി ബാഗ് ഒന്നായിട്ട് എടുത്ത് കളയേണ്ട ആവശ്യമില്ല. ഞാനത് ചെയ്യുമ്പോൾ ആ ജിഫി ബാഗ് കുറച്ചൊന്ന് ലൂസാക്കി ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടാണ് വെച്ച് കൊടുക്കുക. അപ്പം റൂട്ട്സൊക്കെ നന്നായി ഓടും. അല്ലെങ്കിൽ ആ ബാഗോടല്ല വെച്ച് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കീറിയിട്ട് വെച്ച് കൊടുക്കുമ്പം അത് പെട്ടെന്ന് തന്നെ റൂട്ട്സൊക്കെ നന്നായിട്ട് ഓടാൻ നന്നായിട്ട് സഹായിക്കും. പിന്നെ ചട്ടീൻ്റെ ഹോൾസൊക്കെ നന്നായിട്ട് ഓപ്പൺ ആണോ നോക്കണം. അല്ലെങ്കിൽ വെള്ളം ഉള്ളിൽ കെട്ടി നിന്നിട്ട് ചെടികളൊക്കെ നശിച്ചു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓൺലൈനിൽ നല്ല നല്ല ചെടികളൊക്കെ മേടിക്കുമ്പം നമ്മൾ ഇത് പോട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഇതുപോലെ ജിഫി പ്ലാന്റ്സാണ് ഞാൻ അധികം മേടിക്കാറ്. വലിയ പ്ലാന്റ്സ് മേടിക്കല്. ജിഫി പ്ലാന്റ്സ് ആകുമ്പം നമുക്കിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോട്ട് ചെയ്യുമ്പം നമുക്ക് അതിൻ്റെ ചെടികളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലാവണമല്ലോ. അപ്പം ജിഫി പ്ലാന്റ്സ് ചെറിയ ഇതിനൊക്കെ ഇപ്പോൾ ഒരു 50 റുപ്പീസ് 80 റുപ്പീസ് അങ്ങനെയൊക്കെ റേഞ്ചിൽ മേടിക്കുള്ളൂ. അഥവാ നമുക്കതിൻ്റെ ഇതിപ്പം എങ്ങനെ അതിൻ്റെ വളർച്ച നമുക്ക് കാര്യങ്ങളൊന്നും ചില പ്ലാന്റ്സ് നമുക്ക് അറിയില്ലല്ലോ. അപ്പം ഇങ്ങനെ മേടിച്ച് ഇതാക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് പഠിക്കാനും പറ്റും. അപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ എപ്പോഴും ചെറിയ പ്ലാന്റ്സ് ഇങ്ങനെ ജിഫി പ്ലാന്റ്സ് നോക്കി മേടിക്കുന്നതായിരിക്കും ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നല്ലത്. ഞാൻ ഇതുപോലെ ഒരു തവണ ഫിറ്റോണിയ പ്ലാന്റ്, നല്ല വലിയ പ്ലാന്റ്, നന്നായിട്ട് ബുഷായിട്ടുള്ള പോട്ടിലുള്ള പ്ലാന്റൊക്കെ മേടിച്ച് ഇവിടെ വന്ന് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മൊത്തം ഉണങ്ങിപ്പോയി കേട്ടോ. അപ്പം അതിന് ശേഷം ഞാൻ അങ്ങനെ വലിയ പ്ലാന്റ്സ് മേടിക്കില്ല. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചിട്ട് അതിൻ്റെ എങ്ങനെയാണെന്ന് മനസ്സിലായില്ല, അതിൻ്റെ പോട്ടി മിക്സും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ അതിന് ശേഷം ഇതിന് ചെറിയ ഇതേപോലെ ഇതാണ് മേടിക്കൽ. ഇങ്ങനെ ജിഫി പ്ലാന്റ്സ് ആകുമ്പം നമുക്ക് സങ്കടമില്ലല്ലോ അഥവാ നശിച്ച് പോയാലും. അപ്പം ഞാൻ ഇപ്പം ജിഫി പ്ലാന്റ്സ് 2ാമത്തെ പ്രാവശ്യമായിട്ട് ഓർഡർ ചെയ്യുന്നത്. എനിക്ക് ആദ്യത്തെ ഞാൻ പിന്നെ ഇതേപോലെ പോട്ട് ചെയ്തൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഇതിപ്പം ഓർഡർ ചെയ്തത്. പിന്നെ പോട്ട് ചെയ്തതിന് ശേഷം തണലത്ത് വെക്കണം കേട്ടോ. നന്നായിട്ട് തണലുള്ള സ്ഥലത്ത് വെച്ചിട്ട് അത്യാവശ്യം റൂട്ടൊക്കെ ഒന്ന് പിടിച്ചെന്ന് കണ്ടാൽ നമ്മൾ ഇതൊക്കെ ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് സൺലൈറ്റ് പാടില്ല. സൺഷെയ്ഡിൽ ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ പോട്ട് ചെയ്തു. പിന്നെ ഇങ്ങനെ പോട്ട്സൊക്കെ നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ പഴയതൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത് 5 റുപ്പീസുള്ളൂ ചെറിയ പോട്ട്സിന് ഇങ്ങനെ മേടിച്ചിട്ട് ഇത് പോട്ട് ചെയ്താൽ മതി കേട്ടോ. ആദ്യം നന്നായിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. താഴത്തു കൂടെ വെള്ളം നന്നായിട്ട് വരുന്നുണ്ടെന്ന് ഉറപ്പ്. പിന്നെ അതിൻ്റെ മുന്നേ മേടിച്ച പ്ലാന്റ്സ് ഉണ്ടോ, അതൊക്കെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. ലീഫൊക്കെ വന്നു, ഫേണൊക്കെ നല്ല ബുഷി ആയിട്ടുണ്ട്.